ഐതിഹ്യമാല അധ്യായം 60 ആറന്മുള മാഹാത്മ്യം. തിരുവിതാംകൂർ സംസ്ഥാനത്ത് തിരുവല്ല താലൂക്കിലുള്ള ആറന്മുള ക്ഷേത്രം ഏറ്റവും പുരാതനവും പ്രസിദ്ധവുമായിട്ടുള്ളതാണ്. ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ദേവൻ പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണസ്വാമിയാകുന്നു. സ്വാമിയെ ഇവിടെ വന്ന് പ്രതിഷ്ഠിച്ചത് മധ്യമ പാണ്ഡവനായ അർജുനനാണെന്നാണ് കേൾവി. ഇവിടെ ഭഗവാന്റെ ചൈതന്യവും മാഹാത്മ്യവും അത്ഭുതകരമാകും വണ്ണം സർവ്വതാ വിളങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ബാല്യത്തിൽ അമ്പാടിയിൽ താമസിച്ചിരുന്ന കാലത്ത് ഗോപാല ബാലന്മാരോട് കൂടി കളിച്ചു നടന്നിരുന്ന ആളായതുകൊണ്ടോ എന്തോ ആറന്മുള ഭഗവാനെയും കുട്ടികളെയും കുട്ടികളുടെ കളികളെക്കുറിച്ചും വളരെ പ്രതിപത്തിയുള്ളതായി കാണുന്നുണ്ട്. ആറന്മുള ദേവന് വഴിപാടെന്ന് സങ്കല്പിച്ച് കുട്ടികൾക്ക് തേച്ചു കുളിക്കുവാൻ എണ്ണയും അവർ തേച്ചു കുളിച്ചു വരുമ്പോൾ ചതുർവിധ വിഭവങ്ങളോടും കൂടിയുള്ള ഭക്ഷണവും മുണ്ടും മറ്റും കൊടുത്താൽ ദേവൻ പ്രസാദിക്കുകയും ഈ വഴിപാട് നടത്തുന്നവർ വിചാരിക്കുന്ന കാര്യം സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇപ്രകാരം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് ആറന്മുള യൂട്ട് എന്നാണ് പേര് പറഞ്ഞു വരുന്നത്. ഈ വഴിപാട് തിരുവിതാംകൂർ സംസ്ഥാനത്ത് സർവത്ര നടത്തി വരുന്നുണ്ട്. ഇതിനിത്ര കുട്ടികൾ വേണമെന്നില്ല. ചിലർ 12 കുട്ടികൾക്കും ചിലർ 36 കുട്ടികൾക്കും ധനവാന്മാരാണെങ്കിൽ 108 അതിലധികവും കുട്ടികൾക്കും സദ്യ നടത്തുന്നുണ്ട്. സന്താനാർത്ഥമായും കുട്ടികൾ ഉണ്ടാകുന്ന ദീനങ്ങൾ ഭേദമാകുന്നതിനും മറ്റുമാണ് സാധാരണയായി ആറന്മുള യൂട്ട് നടത്തുന്നത്. ആറന്മുള യൂട്ട് ഇന്ന ജാതിയിലുള്ള കുട്ടികൾക്കേ ആകൂ എന്നില്ല. ഏത് ജാതിയിലുള്ള കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കുന്നതിന് ആറന്മുള ദേവന് പ്രീതകരമാണ്. ആറന്മുള ദേശത്ത് കുട്ടികൾ ആണ്ടുതോറും ധനുമാസം ആദ്യം മുതൽ അവസാനം വരെ ആദിക്കലുള്ള പറമ്പുകളിലും തോട്ടങ്ങളിലും വീഴുന്ന തുടുങ്ങു, അതായത് അടയ്ക്കാമരത്തിന്റെ ഓലകളെല്ലാം പേർക്കി ശേഖരിക്കുക പതിവാണ്. ആറന്മുള അടയ്ക്കാമരം വളരെയുള്ള പ്രദേശമാകിയാൽ തുടുങ്ങ് ധാരാളമായി ഉണ്ടാകും. 30-40 ബാലന്മാർ കൂട്ടം കൂടി ഒരു വക അഭ്യാസപ്പാട്ടുകൾ പാടുകയും തെറിപറയുകയും ചെയ്തുകൊണ്ടാണ് തുടുങ്ങ് പെറുക്കുവാൻ പോകുന്നത്. എന്നു മാത്രമല്ല, അവർ ഓരോ സ്ഥലത്തും ചെന്നാൽ പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ ചെയ്യുകയും പതിവാണ്. എന്നാൽ ആരും അവരെ വിരോധിക്കുകയും ശാസിക്കുകയും ചെയ്യാറില്ല. അങ്ങനെ വല്ലതും ആരെങ്കിലും ചെയ്താൽ അവരോട് ദൈവകോപവും തന്നിമിത്തം അവർക്ക് പല വിധത്തിലുള്ള ആപത്തുകളും ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. പണ്ടൊരിക്കൽ തുടുങ്ങ് പെറുക്കുവാൻ ചെന്ന കുട്ടികളോട് ചില വീട്ടുകാർ അസഭ്യം പറയുകയും പാടുകയും കലശൽ കൂട്ടുകയും മറ്റു മരുതെന്ന് പറയുകയും ചെയ്യുകയും അവർക്ക് ദേവീവിരോധം ഉണ്ടാവുകയും ഒടുക്കം അവർ ആറന്മുള നടയിൽ വിളിച്ചു ചൊല്ലു പ്രായച്ചിത്തം ചെയ്യേണ്ടതായി വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലർക്കും ഉണ്ടായതിൽ പിന്നെയാണ് തുടുങ്ങ് പെറുക്കുവാൻ ചെല്ലുന്ന കുട്ടികളോട് ആരുമൊന്നും പറയാതെയായത്. കുട്ടികൾ പെറുക്കി ഉണക്കി ശേഖരിക്കുന്ന തുണുങ്ങെല്ലാം അവർ മകരസംക്രാന്തിയുടെ തലേ ദിവസം നടയിൽ കൊണ്ടുചെന്ന് കമ്പക്കാലുകൾ നാട്ടി അവയിൽ വെച്ച് കെട്ടി തീ കൊളുത്തും. ശ്രീകോവിലിനകത്ത് നിന്ന് ഒരു തിരികൊളുത്തി വാങ്ങി ആർപ്പ്, വായ്ക്കുരവ, വാദ്യഘോഷം മുതലായ ആഡംബരങ്ങളോട് കൂടി കൊണ്ടുവന്നാണ് ഈ കമ്പത്തിന് തീ കൊളുത്തുന്നത്. ഇത് ദേവന് ഏറ്റവും പ്രീതകരമായിട്ടുള്ളതാണ്. ഇത് കാണുന്നതിന് ആണ്ടുതോറും ആ ദിവസം അവിടെ അസംഖ്യം ആളുകളും കൂടും. ഇതിപ്പോഴും പതിവായി നടന്നു വരുന്നുണ്ട്. ആറന്മുള ക്ഷേത്രം പമ്പാ നദിയുടെ തീരത്താണല്ലോ. ആ ക്ഷേത്രക്കടവിൽ അസംഖ്യം മത്സ്യങ്ങളുണ്ട്. അവയെ തിരുമക്കൾ എന്നാണ് പറഞ്ഞു വരുന്നത്. ദേവന്റെ തിരുമക്കളാകയാൽ അവയെ ആരും വലവീശുകയും മറ്റും പിടിക്കാറില്ല. അവയെ പിടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നവർക്ക് ദൈവകോപം നിമിത്തം പല വിധത്തിലുള്ള അനർത്ഥങ്ങളും ഉണ്ടാകും. ആ മത്സ്യങ്ങൾക്ക് തേങ്ങാ ചിരവി അരിയും കൂട്ടിയിളക്കി ഇട്ടുകൊടുക്കുന്നത് അവിടെ ദേവീപ്രീതകരമായ ഒരു വഴിപാടാണ്. അഭീഷ്ടസിദ്ധികാരായി പലരും ഈ വഴിപാട് ഇപ്പോഴും നടത്തി വരുന്നുണ്ട്. ചില സ്ത്രീകൾ പ്രസവിച്ചാൽ മുലയിൽ പാൽ ചുരുക്കമായിരിക്കുമല്ലോ. അങ്ങനെ വന്നാൽ തിരുമക്കൾക്ക് മേൽപ്പറഞ്ഞ പ്രകാരം അരി കൊടുത്താൽ മതി. മുലയിൽ പാൽ ധാരാളമായിട്ടുണ്ടാകുമെന്നാണ് ഐതിഹ്യം. കുട്ടികൾ കുടിക്കുന്നതിന് അമ്മമാരുടെ മുലയിൽ പാലുണ്ടാവുവാൻ ഇവിടെ വേറൊരു വഴിപാട് കൂടിയുണ്ട്. അത് മഞ്ചാടിക്കുരു ശേഖരിച്ച് കൊണ്ടുചെന്ന് നടയിൽ കൂട്ടുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്താലും തള്ളമാരുടെ മുലയിൽ ധാരാളമായി പാലുണ്ടാകും. ആറന്മുള ക്ഷേത്രം പണ്ട് ഊരാളന്മാരുടെ, അതായത് ഊരാൺമക്കാരുടെ വകയായിരുന്നു. അക്കാലത്ത് ദേവസ്വം വകയായി പല സ്ഥലങ്ങളിലും മഠങ്ങളിലും നെൽപ്പുരകളും ഉണ്ടായിരുന്നു. ദേവസ്വം വക നെല്ലെല്ലാം പിരിച്ച് ആ നെൽപ്പുരകളിലാണ് ഇട്ട് സൂക്ഷിച്ചു വന്നിരുന്നത്. ചിങ്ങമാസത്തിൽ ഓണത്തിന് മുൻപ് വരുന്ന പൂരാടത്ത് നാൾ ആ നെൽപ്പുരകളിലെല്ലാം അഗതികൾക്ക് നെല്ല് കൊടുക്കുക പതിവായിരുന്നു. ആ ദിവസം നെല്ല് വാങ്ങുന്നതിനായി അനേകം അഗതികൾ നെൽപ്പുരകളിലെല്ലാം എത്തുക പതിവാണ്. ഓണത്തിന് നെല്ലില്ലാഞ്ഞിട്ട് ആ ദേശത്താരം പട്ടിണിയായി പോയി എന്ന് വരുതരുതെന്നാണ് ദേവന്റെ വിചാരം. പണ്ടൊരിക്കൽ പതിവ് പോലെ ഓണത്തിന് നെല്ല് കൊടുത്തപ്പോൾ നെല്ല് വാങ്ങുന്നതിനായി നാരങ്ങാനം എന്ന സ്ഥലത്തുള്ള നെൽപ്പുരയിൽ ചെന്ന ഒരു ചണ്ടാലിക്ക് നെല്ലളവുകാർ നെല്ല് കൊടുത്തില്ല. ശേഷം എല്ലാവർക്കും നെല്ല് കൊടുത്തു. വയോവൃദ്ധയും രോഹിണിയും അഗതിയുമായിരുന്ന ആ ചണ്ടാലിയെ ദുഷ്ടന്മാരായ നെല്ലളവുകാർ കണ്ടിട്ടും കണ്ടില്ലെന്ന് ഭാവിച്ച് പോയി കളഞ്ഞു. നെല്ല് കിട്ടുമെന്ന് ഭാവിച്ച് സന്ധ്യ വരെ ആ പാവപ്പെട്ട ചണ്ടാലി അവിടെ കാത്തുനിന്നു.
സന്ധ്യയായപ്പോൾ അതികലശായ മഴ തുടങ്ങി. മഴക്കാറ് കൊണ്ട് ചന്ദ്രബിംബം മൂടിപ്പോയതിനാൽ വലിയ ഇരുട്ടും വന്നു. ഒരു വിധത്തിലും പോകുവാൻ നിവൃത്തിയില്ലാതെ മഴ നനഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട വയോവൃദ്ധ അവിടെ തന്നെ കിടന്നു. അവളന്ന് ജലപാനം പോലും കഴിച്ചിട്ടില്ലായിരുന്നു. വിശപ്പും കൊണ്ടും തണുപ്പും കൊണ്ടും പരവശയായിത്തീർന്ന ആ ചണ്ടാലി പിറ്റേ ദിവസം നേരെ വെളുക്കുന്നതിന് മുൻപ് അവിടെ കിടന്ന് മരിക്കുകയും ചെയ്തു. ഇതുനിമിത്തം അതികഠിനമായ ദൈവകോപം സംഭവിക്കുകയും ഊരാളന്മാർക്കും കാരാളന്മാർക്കുമെല്ലാം പല വിധത്തിലുള്ള അനർത്ഥങ്ങളും ഉണ്ടായി തുടങ്ങുകയും ചെയ്തു. അവർ ഇതിന്റെ കാരണം അറിയുന്നതിനായി പ്രശ്നം വെപ്പിച്ച് നോക്കിയതിൽ പാവപ്പെട്ട ചണ്ടാലിക്ക് നെല്ലു കൊടുക്കാതെ ഇരുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് കണ്ടു. ഈ ദോഷശാന്തിക്ക് ഊരാളന്മാരുടെയും കാരാളന്മാരുടെയും ഗൃഹത്തിൽ നിന്ന് ഓരോരുത്തർ എന്നും ആണ്ടുതോറും ചിങ്ങമാസത്തിൽ തിരുവോണ ദിവസം ഉപവാസമായി ക്ഷേത്രത്തിൽ താമസിക്കുകയല്ലാതെ വേറെ ഏതൊരു പ്രതിവിധിയുമില്ലെന്ന് പ്രശ്നക്കാരൻ വിധിക്കുകയും ചെയ്തു. ഈ വിധിപ്രകാരം ഇപ്പോഴും അവിടെ നടന്നു വരുന്നുണ്ട്. ക്ഷേത്രം സർക്കാരിൽ ചേർത്തതോടും കൂടി ഓണത്തിന്റെ നെല്ലളവ് മുതലായ പതിവുകളും ഭേദപ്പെട്ടു പോയെങ്കിലും അവിടെ ഊരാൺമയും കാരാൺമയും ഉണ്ടായിരുന്നവരുടെ ഗൃഹത്തിൽ നിന്ന് ഓരോരുത്തർ ചിങ്ങമാസത്തിൽ തിരുവോണത്ത് നാൾ ക്ഷേത്രോപവാസം ചെയ്തില്ലെങ്കിൽ അവർക്ക് ദൈവോപകോപം നിമിത്തം അനർത്ഥങ്ങളും ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയായിട്ടുള്ളതായാൽ അവർ ഇപ്പോഴും ആ പതിവിനെ ഭേദപ്പെടുത്തിയിട്ടില്ല. ചിങ്ങമാസത്തിൽ തിരുവോണ ദിവസം ആറന്മുള ക്ഷേത്രത്തിൽ അതിക്രമമായി സദ്യപതിവുണ്ട്. ആ ദിവസം അവിടെ ചെല്ലുന്നവർക്കെല്ലാം ജാതിമത ഭേദം കൂടാതെ നാനാവിഭാവങ്ങളോടും കൂടി ഭക്ഷണം കൊടുക്കുക പതിവാണ്. ഈ സദ്യക്കുള്ള സാധനങ്ങളെല്ലാം കാട്ടൂർ എന്ന സ്ഥലത്തുള്ള ദേവസ്വം മഠത്തിൽ ശേഖരിച്ചു വെക്കുകയും അവിടെ നിന്ന് അവയെല്ലാം വള്ളങ്ങളിലായി ഉത്രാടനാൾ രാത്രിയിൽ പുറപ്പെട്ട് തിരുവോണ ദിവസം അരുണോദയമാകുമ്പോൾ ആറന്മുള ക്ഷേത്രത്തിൽ കടവിലേക്ക് എത്തുകയുമാണ് പതിവ്. സദ്യ സാമാനങ്ങൾ കൊണ്ടുള്ള വരവ് വളരെ കേമമാണ്. സാമാന വള്ളങ്ങൾ കൂടാതെ അവയ്ക്ക് അകമ്പടിയായി ഏതാനും കളിവള്ളങ്ങളും ഉണ്ടായിരിക്കും. കളിവള്ളങ്ങളിലെല്ലാം ആളുകൾ കയറി വഞ്ചിപ്പാട്ടും പാടി കളിച്ചും വാദ്യാഘോഷങ്ങളോടും ആർപ്പുവിളി വായിക്കുരവ മുതലായവ ഒക്കെ പാടിയും കുട്ടിയുമാണ് ആ വരവ് വരുന്നത്. ആ വരവ് കാണുവാൻ ക്ഷേത്രനടയിലും സമീപ പ്രദേശങ്ങളിലും അസംഖ്യം ആളുകൾ കൂടുക പതിവാണ്. പണ്ടൊരിക്കൽ പതിവ് പോലെ തിരുവോണത്തിന്റെ തലേദിവസം രാത്രിയിൽ സാമാനങ്ങൾ കെട്ടുവള്ളങ്ങളിലാക്കിക്കൊണ്ട് ആഘോഷസമേതം കാട്ടൂരിൽ നിന്ന് പുറപ്പെട്ട് ഏതാനും വഴി പോന്നപ്പോൾ സാമാന വള്ളങ്ങൾ മാർഗമധ്യേ ഒരു സ്ഥലത്ത് കരയ്ക്കടുത്ത് ഉറച്ചു. വളരെ ആളുകൾ കൂടി പല വിധത്തിൽ ശ്രമിച്ചു നോക്കിയിട്ടും ആ വള്ളങ്ങളെ അവിടെ നിന്ന് ഇറക്കുവാൻ കഴിഞ്ഞില്ല. ഒരു നിവൃത്തിയും ഇല്ലെന്നായപ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ദൈവജ്ഞനെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചു നോക്കി. അപ്പോൾ വള്ളങ്ങൾ അടുത്തിരിക്കുന്ന സ്ഥലത്തിന് സമീപം ഒരു വീട്ടിലുള്ളവർ ഗതികേട് നിമിത്തം തലേദിവസം തന്നെ ആഹാരമൊന്നും കഴിക്കാതെ ആറന്മുള അപ്പൻ തന്നെ ശരണമെന്ന് പറഞ്ഞുകൊണ്ട് പട്ടിണി കിടക്കുന്നുണ്ടെന്നും അവർക്ക് ആഹാരത്തിന് വല്ലതും കൊടുത്താൽ വള്ളങ്ങൾ ഇളകിക്കൊള്ളുമെന്നും പ്രശ്നക്കാരൻ വിധിച്ചു. ഉടനെ അരി കൊടുക്കാമെന്ന് പറഞ്ഞ ആ വീട്ടുകാരെ വിളിച്ചു. അവർ അരി വാങ്ങുന്നതിന് ഒരു കൊച്ചുമുറവും കൊണ്ടുവരികയും ആ മുറം നിറച്ച അരി കൊടുക്കുകയും തൽക്ഷണം വള്ളങ്ങൾ ഇളകിയാൽ വേഗത്തിൽ പോന്ന് ക്ഷേത്രക്കടവിൽ അകറ്റുകയും ചെയ്തു. പിന്നെ ആണ്ടുതോറും സാമാനങ്ങൾ വള്ളത്തിൽ കയറ്റിക്കൊണ്ട് അവിടെ വരുമ്പോൾ ആ വീട്ടുകാരെ വിളിക്കുകയും അവരൊരു മുറിവും കൊണ്ടുവരികയും കൊണ്ടുവരുന്ന മുറം നിറച്ച അരി കൊടുക്കുകയും പതിവായി. കൊണ്ടു ചെല്ലുന്ന മുറം നിറച്ച അരി കിട്ടുമെന്ന് കണ്ടപ്പോൾ അത്യാഗ്രഹികളായ വീട്ടുകാർ മുറത്തിന്റെ വലിപ്പം കൂട്ടിത്തുടങ്ങി. ഈ അരി വാങ്ങുന്നതിനായി തന്നെ അവർ പ്രത്യേകം പറഞ്ഞ് വലിയ മുറം തന്നെ ഉണ്ടാക്കി. ആ മുറിവും കൊണ്ട് അരി വാങ്ങുവാൻ വരിക പതിവായി. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ അവരുടെ മേൽ ദൈവകോപം ഉണ്ടാവുകയും അവർ ക്രമേണ നശിച്ച് അന്യം നിന്ന് പോവുകയും ചെയ്തു. എങ്കിലും ചിങ്ങമാസത്തിൽ ഉത്രാടനാൾ സാമാന വള്ളങ്ങൾ ആ സ്ഥാനത്ത് വരുമ്പോൾ ഈ പൂർവ്വ വൃത്താന്തരത്തിന്റെ സ്മാരകമായി 3 മുഷ്ടി അരിവാരി അവിടെ ഇടുക ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. ആറന്മുള വള്ളം അല്ലെങ്കിൽ വഞ്ചിക്കളി പ്രാധാന്യവും പ്രസിദ്ധവുമാണല്ലോ. ഇതും ദേവന് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളതാണ്. അവിടെ പതിവായി വള്ളംകളി നടത്തുന്നത് ചിങ്ങമാസത്തിൽ തിരുവോണം മുതൽ ഉത്രട്ടാതി വരെയാണ്. ഉത്രട്ടാതി തിരുവാറന്മുള അപ്പന്റെ തിരുനാളാണെന്നുള്ളത് ശിക്ഷിച്ച് പറയേണ്ടല്ലോ. ആ ദിവസത്തെ ആ ദേശത്തുള്ളവർ തിരുവോണത്തേക്കാൾ പ്രധാനമായി ആചരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള വള്ളംകളിയും അന്നാണ്. വള്ളംകളി നടത്തുന്നത് അവിടെയുള്ള കരദേശക്കാരാകുന്നു. ആറന്മുള ദേവന്റെ സങ്കേതത്തിലുൾപ്പെട്ടതായി അനേകം കരകളുണ്ട്. ആ കരക്കാർക്ക് ഓരോരുത്തർക്കും ഈ വള്ളംകളിയിലുള്ള വാശിയും മത്സരവും ഒട്ടും ചില്ലറയല്ല. അവരവരുടെ കളി ഗേമമാകണമെന്നുള്ള വിചാരം എല്ലാവർക്കുമുണ്ട്. ഇതിലേക്ക് ആ ദേശക്കാർ ഓരോരുത്തരും പ്രത്യേകം വള്ളങ്ങളും ഉണ്ടാക്കിച്ചിട്ടുണ്ട്. ഓരോരുത്തരും മത്സരിച്ച് വള്ളത്തിന് നീളം കൂട്ടിക്കൂട്ടി ഇപ്പോൾ അവിടെ 36 കോൽ വരെ നീളമുള്ള വള്ളങ്ങൾ ധാരാളമായിരിക്കുന്നു. വള്ളങ്ങൾ ചുണ്ടൻ, ചൂളൻ, ഓടി, പരുന്തുവാലൻ അങ്ങനെ പല വകയുണ്ടല്ലോ. അവയിൽ ആറന്മുള കളിക്കുന്നതിനായി ഉപയോഗിക്കുന്നത് ചുണ്ടൻ വള്ളമാണ്. ഇപ്പോൾ അവിടെ ദേശക്കാരുടെ വകയായി 40-ൽ കുറയാതെ കളിവള്ളങ്ങളുണ്ട്. അവയെല്ലാവരും കൂടി ചേർന്ന് കളിക്കുക ഉത്രട്ടത്തിന് നാൾ മാത്രമേ ഉള്ളൂ. തിരുവോണം മുതൽ ദിവസം തോറും 2-4 വള്ളങ്ങൾ കൂടി ഉത്രട്ടാതി നാൾ എല്ലാം ഒന്നുകൂടും. ആദ്യമായി വരുന്ന വള്ളങ്ങൾ നാറാണത്ത് മണൽപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് വന്നുകൂടി കിടക്കും.
എല്ലാ വള്ളങ്ങളും അവിടെ വന്നു ചേർന്നാൽ കളി തുടങ്ങും. 10-40 വള്ളങ്ങൾ ഒരുമിച്ച് നിരന്ന് കുട്ടും ഘോഷവും കൊടി കുട മുതലായവയും പാട്ടും മാർപ്പുവിളിയുമായുള്ള ആ വള്ളംകളി നയനാനന്ദകരമായ ഒരു കാഴ്ച തന്നെയാണ്. വാദിക്കാരും പാട്ടുകാരും മറ്റുമായി ഓരോ വള്ളത്തിലും ഏകദേശം 75 പോരോളം കാണും. ചിങ്ങമാസത്തിൽ പതിവുള്ള ഈ വള്ളംകളി കൂടാതെ ചിലരുടെ പേർക്ക് വഴിപാടായിട്ടും അവിടെ ചിലപ്പോൾ വള്ളംകളി ഉണ്ടാകാറുണ്ട്. അതിന് 2-4 വള്ളങ്ങളല്ലാതെ ഉണ്ടായിരിക്കാറില്ല. വഴിപാടുകളുടെ ചെലവെല്ലാം വഴിപാടുകാരൻ തന്നെ വഹിക്കണമല്ലോ. വള്ളംകളിക്കാർക്ക് കെങ്കേകമായി സദ്യ നടത്തുകയും മറ്റും വേണ്ടതാകിയാൽ വള്ളധധികമാകിയാൽ ചെലവ് ദുർവഹമായി തീരുമെന്നും വിചാരിച്ച് സാമാന്യക്കാർ വള്ളത്തിന്റെ എണ്ണം കൂട്ടുവാൻ ആഗ്രഹിക്കുകയില്ല. 2-4 വള്ളങ്ങൾ കൊണ്ട് കളി നടത്തിക്കുവാൻ ഒരുവിധം ധനികന്മാർക്കേ സാധിക്കുകയുള്ളൂ. ആറന്മുള ദേവന്റെ വള്ളംകളിക്കാർക്ക് സദ്യ കഴിക്കുന്നതും സ്വാമിക്ക് വഴിപാട് തന്നെയാണ്. വള്ളംകളിക്കാർക്ക് സദ്യയ്ക്കുള്ള വള്ളസദ്യ എന്നാണ് പേര് പറഞ്ഞു വരുന്നത്. സന്ധാനാർത്ഥമായും രോഗശമനത്തിനായും മറ്റും ഈ വഴിപാട് പലരും നടത്തുന്നുണ്ട്. അന്യദേശക്കാർ വള്ളസദ്യ നടത്തുന്നതിൻ്റെ മുറ താഴെപ്പറയും പ്രകാരമാണ്. ആദ്യം തന്നെ ഏത് കരക്കാരുടെ വള്ളക്കാർക്കാണ് സദ്യ നടത്തുന്നതെന്നും എത്ര വള്ളങ്ങൾ വരുത്തി സദ്യ നടത്തണമെന്നും നിശ്ചയിച്ചു. പിന്നെ ആ നിശ്ചയിക്കപ്പെട്ട വരുന്ന കരയിലെ പ്രധാനത്തിൻ്റെ പേർക്ക് വിവരത്തിന് എഴുതിയിരിക്കാം. അതിൽ സദ്യ നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഇന്ന മാസം ഇത്രാം തീയതിയാണെന്നും ഇത്ര വള്ളം വരണമെന്നും വിവരിച്ചിരിക്കുകയും വേണം. കരനാഥന്റെ മറുപടി കിട്ടിയാൽ സദ്യയ്ക്ക് വട്ടം കൂട്ടാം. നിശ്ചിത ദിവസം രാവിലെ ക്ഷണിക്കപ്പെട്ടിടത്തോളം വള്ളങ്ങൾ നിറച്ച് ആളുകൾ കയറി കൊടി കുട തഴ മുതലായ ആഡംബരങ്ങളോടും വാദ്യാഘോഷങ്ങളോടും കൂടി പാടിക്കളിച്ച് വഴിപാടുകാരന്റെ ഗ്രഹത്തിൽ വന്നു ചേരും. ആ സമയം വഴിപാടുകാരൻ അവിടെ നിറപറയും വിളക്കും വെച്ച് കാത്തുനിന്ന് വള്ളക്കാരെ എതിരേറ്റിരുത്തി മുറുക്കുവാനും മറ്റും കൊടുത്ത് സൽക്കരിക്കും. അവർ മുറുക്കി രസിച്ച് കുറച്ചു നേരം ഇരുന്നു വിശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും തേച്ചു കുളിക്കുവാൻ എണ്ണയും ഇഞ്ചിയും മറ്റും കൊടുക്കണം. അവർ തേച്ചുകുളി കഴിഞ്ഞ് വന്നാലുടനെ സദ്യയ്ക്ക് ഇലവയ്ക്കണം. സദ്യയുടെ വട്ടം ഉപായത്തിലൊന്നും ആയാൽ പോരാ. കാളൻ, ഓലൻ, എരിശ്ശേരി മുതലായ മലയാളി കറികളും പരിപ്പ്, പച്ചടി, കൂട്ടുകറി, സാമ്പൻ മുതലായ പരദേശ കറികളും അപ്പം, വട, എള്ളുണ്ട, ബോളി മുതലായവയും പപ്പടം, പഴന്നുറുക്ക്, പഞ്ചസാര മുതലായവയും ധാരാളം ഉണ്ടായി തന്നെ വെക്കണം. 4 കൂട്ടം പഞ്ചസാരയും 4 കൂട്ടം പ്രഥമനും 8 കൂട്ടം ഉപ്പേരിയും അത്രയും ഉപ്പിലിട്ടവയും ഉറത്തയിരും മോര് മുതലായവയും ധാരാളം ഉണ്ടായിരിക്കണം. ഒന്നിനും ലോപം പാടില്ല. സദ്യ വള്ളക്കാർക്ക് മാത്രം കൊടുത്താൽ പോരാ, ഉണ്ണുവാനായി വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കണം. എല്ലാവർക്കും സകല വിഭവങ്ങളും ധാരാളമായിട്ടുണ്ടായിരിക്കുകയും വേണം. അങ്ങനെയാണ് വള്ളസദ്യയുടെ പതിവ്. സദ്യ കഴിയുമ്പോൾ എല്ലാവർക്കും ചന്ദനം, പനിനീർ മുതലായവയും മുറുക്കുവാനും കൊടുക്കണം. വള്ളക്കാർ മുറുക്കി രസിച്ച് വെടികളും പറഞ്ഞ് സ്വല്പനേരം ഇരുന്നതിന് ശേഷം വഴിപാടുകാരന്റെ അഭീഷ്ടം ആറന്മുളയപ്പൻ സാധിപ്പിച്ചു കൊടുക്കും എന്നാണ് ആശീർവാദം ലഭിക്കുക. ആ സമയം അവർക്ക് വഴിക്ക് തിന്നുന്നതിന് ധാരാളമായി വെറ്റില പുകയിലെയും അവിടെ നനച്ചിലും ചുമട് കെട്ടി വള്ളത്തിൽ വെച്ച് കൊടുക്കും. കരക്കാരിൽ പ്രധാനന്മാർക്ക് ചില സമ്മാനങ്ങളും കൊടുക്കും. ഇങ്ങനെ അവരെ സന്തോഷിപ്പിച്ച് വള്ളക്കടവ് വരെ അനുയാത്രയായി ചെന്ന് യാത്ര പറഞ്ഞയക്കണം. ഇങ്ങനെയെല്ലാമാണ് വള്ളസദ്യയുടെ മുറ. ഈ വഴിപാട് ഇപ്പോഴും പലർ നടത്തുന്നുണ്ട്. അവർ വിചാരിക്കുന്ന കാര്യം ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കുന്നുമുണ്ട്. ഉത്രട്ടാതി നാൾ വള്ളങ്ങളെല്ലാം നാറാണത്ത് മണൽപ്പുറത്ത് ചെന്ന് ചേർന്നതിൻ്റെ ശേഷമാണ് കളി തുടങ്ങുന്നതെന്ന്. ഒരാണ്ടിൽ വള്ളങ്ങളെല്ലാം നാറാണത്ത് മണൽപ്പുറത്ത് ചേർന്ന സമയം അക്കാലത്ത് തിരുവല്ല തഹസിൽദാരായിരുന്ന കേശവപിള്ള അവിടെ ചെന്ന് അവിടെ കൂടിയിരുന്ന ജനങ്ങളോട്, ആറന്മുള ഭഗവാന്റെ സങ്കേതത്തിലുള്ള സകല കരകളിലെ ജനങ്ങളിലും ഇവിടെ കൂടിയിട്ടുണ്ടല്ലോ, നിങ്ങളെല്ലാവരെയും കൂടെ കണ്ട് ഒരു കാര്യം അപേക്ഷിക്കുന്നതിനായിട്ട് ഞാൻ വന്നിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ ഭഗവാന്റെ അമ്പലം ചെമ്പടി വെച്ചാൽ കൊള്ളാമെന്ന കാര്യമാണ്. അതിലേക്ക് നിങ്ങളെല്ലാവരും യഥാശക്തി ധനസഹായം ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. ഇത് കേട്ട് ആ ജനക്കൂട്ടത്തിൽ നിന്നൊരാൾ, അങ്ങ് നിന്റെ ഈ ഉദ്യമം കേവലം അനാവശ്യമാണ്, ഒരു വക പോഷത്വവുമാണ്, ഇതിലൊരിക്കലും നടക്കുന്നതുമല്ല. സർക്കാർ വക ക്ഷേത്രം ചെമ്പുട് വിൽക്കുന്നതിന് ജനങ്ങൾ ഉപദ്രവിച്ച് പണമുണ്ടാക്കിയിട്ട് വേണമെന്നുണ്ടോ? സർക്കാരിൽ പണം ധാരാളമുണ്ടല്ലോ. ഇതിലേക്ക് ജനങ്ങൾ ധനസഹായം ചെയ്യുന്നത് ആരറിയാനാണ്? ഇത് ഉറക്കത്തിൽ കാൽ തിരുമുന്നത് പോലെയാണല്ലോ. ഇതിലേക്ക് ആരുമൊന്നും തരുമെന്ന് തോന്നുന്നില്ല. ജനോപദ്രവം ചെയ്യുന്നുള്ളത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് യോഗ്യമായിട്ടുള്ളതാണോ? അങ്ങന്നിൽ നിന്ന് പുറപ്പെട്ടതൊട്ടും ശരിയായില്ല. ഇത് കേട്ട് തഹസീൽദാർ വല്ലാതെ വിഷണ്ണനായി തീർന്നു. അപ്പോഴേക്കും ആ മറുപടി അറിഞ്ഞയാൾ ബോധരഹിതനായി ഏറ്റവും പരാവശ്യത്തോടുകൂടി വെട്ടിയിട്ട മരം പോലെ പെട്ടെന്ന് നിലംപതിച്ചു. എല്ലാവരും പരിഭ്രമിച്ച് അടുത്ത് ചെന്ന് അയാളോട് സുഖക്കേട് എന്താണെന്ന് ചോദിച്ചു. അയാൾക്ക് നാവിളക്കി സംസാരിക്കുവാൻ വഹിയായിരുന്നു. അയാളുടെ നാക്ക് സ്തംഭിച്ചു പോയിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റു ജനങ്ങളും തഹസീൽദാരോട് പറഞ്ഞു, ഈ ഏഭ്യൻ കഥയില്ലായക കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ്. എന്തുകൊണ്ടും അങ്ങേക്കഥ ഞങ്ങളോട് പരിഭവം തോന്നരുത്. സ്വാമി കാര്യത്തിനായി യഥാശക്തി ധനസഹായം ചെയ്യുവാൻ ഞങ്ങൾ എല്ലാവരും സന്നദ്ധരാണ്. ഇത്രയും പറയുകയും ചിലർ ഏതാനും സംഖ്യ അപ്പോൾ തന്നെ കൊടുക്കുകയും തഹസീൽദാർ കിട്ടിയത് വാങ്ങിക്കൊണ്ട് മടങ്ങിപ്പോവുകയും ചെയ്തു. ആ ബോധരഹിതനായ ആളെ ചിലർ കൂടി ഒരു വള്ളത്തിലാക്കി അയാളുടെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കി.
ശേഷമുണ്ടായിരുന്നവർ കൂടി വള്ളംകളി പതിവ് പോലെ നടത്തുകയും ചെയ്തു. വള്ളംകളി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ആ സുഖക്കേട് പിടിപ്പെട്ട ആളുടെ വീട്ടിലെത്തി. അപ്പോഴും അയാൾ ബോധരഹിതനായി തന്നെ കിടന്നിരുന്നു. വൈദ്യന്മാർ പഠിച്ച വിദ്യകളെല്ലാം പ്രയോഗിച്ച് നോക്കിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. അതിനാൽ ഒരു പ്രശ്നക്കാരനെ വരുത്തി പ്രശ്നം വെപ്പിച്ച് നോക്കിച്ചു. അപ്പോൾ പ്രശ്നക്കാരൻ ഈ സുഖക്കേട് ആറന്മുള ഭഗവാന്റെ കോപം നിമിത്തം ഉണ്ടായിട്ടുള്ളതാണെന്നും സ്വാമി ഭക്തനായ തഹസിൽദാരെ ആക്ഷേപിച്ചതിനാലാണ് സ്വാമിക്കധികം വിരോധമായിട്ടുണ്ടായിട്ടുള്ളതിനും ആയതിനാൽ ആ വീട്ടിൽ നിന്ന് ചിലർ ചെന്ന് തഹസിൽദാർ അവരുടെ അടുക്കൽ ക്ഷമായാചനം ചെയ്യുകയും അമ്പലം ചെമ്പിടുവിക്കുന്ന വകയ്ക്ക് തക്കതായ ഒരു സംഖ്യ അവിടുന്ന് കൊടുക്കുകയും ഭഗവാന്റെ നടയിൽ വിളിച്ചു ചൊല്ലി പ്രായച്ചിത്തം ചെയ്യുകയും ചെയ്താലല്ലാതെ ഈ സുഖക്കേട് മാറുകയില്ലെന്നും അറിയിച്ചു. ഉടനെ പ്രശ്ന വിധിപ്രകാരമെല്ലാം ചെയ്തു. അപ്പോൾ സുഖക്കേടുകാരന് ബോധം വീണു. എങ്കിലും അവർക്ക് സംസാരിക്കാറായില്ല. അധികം താമസിയാതെ അയാൾ മരിച്ചു പോവുകയും ചെയ്തു. ഈ വർത്തമാനം കേട്ട് ജനങ്ങൾ ഭഗവാനെക്കുറിച്ച് ഭയവും ഭക്തിയും പൂർവാധികം വർദ്ധിക്കുകയാൽ ചോദിക്കാതെ തന്നെ ചെമ്പ് മേൽപ്പിച്ചവയ്ക്ക് എല്ലാവരും യഥാശക്തി ഓരോ സംഖ്യ തഹസിൽദാർ അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് കൊടുത്തു. അദ്ദേഹം 4 അമ്പത്തിന് ചെമ്പിട്ട് വെക്കണമെന്നേ വിചാരിച്ചിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെയും പണം വളരെയധികം ഉണ്ടായിരുന്നതിനാൽ വിളക്കുമാടുത്തതിനു വേണ്ടി അദ്ദേഹം ചെമ്പിടുവിച്ചു. ഇപ്രകാരമാണ് ആറന്മുള ക്ഷേത്രം ചെമ്പിടുവിച്ചത്. ഭഗവാന്റെ മാഹാത്മ്യ വിശേഷം ഇനിയും അങ്ങനെ വളരെ പറയുവാനുണ്ട്. ഒരിക്കൽ ഒരു നായർക്ക് നാഭിക്ക് താഴെയായി ഒരു മുഴയുണ്ടായി. അത് ക്രമേണ വളർന്ന് ഒരു സഞ്ചി പോലെ തൂങ്ങി. അത് അയാൾക്ക് ഏറ്റവും ഉപദ്രവകരമായി തീർന്നു. ഈ മുഴയോളം വലുപ്പത്തിൽ സ്വർണം കൈകൊണ്ട് ഒരു കുമിളയുണ്ടാക്കിച്ച് ആറന്മുള ഭഗവാനെ നടക്കി വെക്കുകയും അവിടെ 41 ദിവസം ഭജിക്കുകയും ചെയ്താൽ ഈ മുഴ പോകും എന്ന് ചിലർ പറയുകയാൽ അത് വിശ്വസിച്ച് നായർ ആറന്മുള ചെന്ന് ഭക്തിപൂർവ്വം ഭജനം തുടങ്ങി. അക്കാലത്ത് ആറന്മുള മതിൽക്കകത്ത് ഒരു കലമാൻ ഉണ്ടായിരുന്നു. അത് കുട്ടിയായിരുന്നപ്പോൾ ഒരാൾ കൊണ്ടുചെന്ന് വഴിപാടായി നടക്കി കെട്ടിയതായിരുന്നു. അത് ക്രമേണ വളരുകയും വലിയ കൊമ്പുകളും മറ്റും ഉണ്ടായിത്തീരുകയും ചെയ്തിരുന്നു. എങ്കിലും അത് ആരെയും ഉപദ്രവിക്കാറില്ല. ദേവസ്വത്തിൽ നിന്ന് അതിനെ തീറ്റിനും ചെലത്തിനുമൊക്കെ കുടിപ്പിച്ചു പൊരുന്നതുമിരുന്നു. അവിടെ ദർശനത്തിനായും ഭജനത്തിനായും മറ്റ് ചെല്ലുന്നവരും ആ കലയ്ക്ക് തിന്നുവാൻ എന്തെങ്കിലും കൊടുക്കുക പതിവായിരുന്നു. ഒരു ദിവസം ആ ഭജനക്കാരൻ നായർ ഭഗവത് നാമങ്ങൾ ജപിച്ചുകൊണ്ട് ക്ഷേത്ര പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്ന സമയം ആ കലമാൻ അടുത്ത് ചെല്ലുകയും അത് ചാടി നായരുടെ നാഭിക്ക് താഴെയായി ഒരു കുത്തുവെച്ച് കൊടുക്കുകയും ചെയ്തു. കുത്തുകൊണ്ട ക്ഷണത്തിൽ നായർ ബോധരഹിതനായി നിലത്തു വീണു. ഉടനെ ചിലർ കൂടി അയാളെ എടുത്ത് മതിൽക്കൽ പുറത്തു കൊണ്ടുപോയി കിടത്തി. അപ്പോൾ രക്തം ഇടമുറിയില്ലാതെ പ്രവഹിച്ചു തുടങ്ങി. അവിടെ ഉണ്ടായിരുന്നവർ പരിശോധിച്ചപ്പോൾ മുഴകലയുടെ കൊമ്പ് കൊണ്ട് പൊട്ടിക്കീറി പോയിരിക്കുന്നതായി കണ്ടു. ഉടനെ ചിലർ ഒരു വൈദ്യനെ വരുത്തി കാണിച്ച് ഇതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. വൈദ്യൻ മുറിവ് പരിശോധിച്ചിട്ട് ഇതാ കല ഭഗവാന്റെ കൽപ്പന പ്രകാരം ചെയ്തതാണ്. ഭഗവാന്റെ കലയ്ക്കും ശസ്ത്രക്രിയ അറിയാമെന്ന് തോന്നുന്നു. ഈ കുത്ത് സ്വല്പം മാറിയായിരുന്നുവെങ്കിൽ രോഗിയുടെ കഥ അപ്പോൾ തന്നെ കഴിയുമായിരുന്നു. ഭഗവാൻ ചെയ്തതിനു ശേഷം ചെയ്യുവാൻ ഞാൻ ശക്തനല്ല. ഇനി വേണ്ടുന്നതും ആറന്മുള അപ്പൻ തന്നെ ചെയ്തു കൊള്ളുമെന്നു തന്നെ പറഞ്ഞു. ഇങ്ങനെ രക്തം കുറെ പോയാൽ പിന്നെ മുഴ കാടുകയും പിന്നെ മുറിവുണങ്ങിയാൽ മതിയല്ലോ. അത് ഭഗവത് കൃപ കൊണ്ട് ക്രമേണ ശരിയായിക്കൊള്ളും. ഇത്രയും പറഞ്ഞിട്ട് വൈദ്യൻ പോയി. പിന്നെ 3 ദിവസത്തേക്ക് രക്തം ഒലിച്ചുകൊണ്ട് തന്നെയിരുന്നു. അപ്പോഴേക്കും മുഴ കാണുവാനില്ലാതെയായി. ചികിത്സയൊന്നും കൂടാതെ തന്നെ ക്രമേണ മുറിവുണങ്ങി. നായർ പൂർണ്ണസുഖത്തെ പ്രാപിച്ചു. അനന്തരം ആ നായർ സ്വർണ്ണ കുമിളയുണ്ടാക്കിച്ച് നടക്കി വെക്കുകയും വേറെയും ചില വഴിപാടുകൾ നടത്തി ഭജനം കാലം കൂടി മടങ്ങിപ്പോവുകയും ചെയ്തു. ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കാനുണ്ടായിരുന്ന മുതൽ കൊടുക്കാനില്ലെന്ന് ആറന്മുള നടയിൽ കള്ളസത്യം ചെയ്തിട്ട് ഉടൻ അയാളുടെ നാക്കിറങ്ങി പോവുകയാൽ സംസാരിക്കാൻ വയ്യാതാവുകയും അന്ന് തന്നെ അയാൾ മരിച്ചു പോവുകയും ചെയ്തത് ഈ അടുത്ത കാലത്താണ്. ഇത് കണ്ടറിഞ്ഞവരിൽ ചിലർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഗുരുവായൂരപ്പനും അമ്പലപ്പുഴ കൃഷ്ണസ്വാമിയും തമ്മിലും വൈക്കത്തപ്പനും ഏറ്റുമാനൂർ ദേവനും തമ്മിലും മറ്റും പണ്ടും ചില പിണക്കമൊക്കെ ഉണ്ടായിരുന്നുവല്ലോ. അതുപോലെ ചില സംഗതികൾ ഇവിടെയും ഉണ്ടായിട്ടുണ്ട്. ആറന്മുളക്കാരൻ ഒരു നായർ കവിയൂരിലുള്ള ഒരു വീട്ടിൽ ഒരു സ്ത്രീക്ക് സംബന്ധം ചെയ്തിരുന്നു. ആ നായർ അയാളുടെ വീട്ടിൽ നിന്നൊരു പൂവൻ വാഴയിൽ നിന്ന് കവിയൂർ ഭാര്യഗൃഹത്തിൽ കൊണ്ടുചെന്ന് അവരുടെ പറമ്പിൽ നല്ല വളക്കൂറുള്ള സ്ഥലം നോക്കി കഴിച്ചു വച്ചു. പിന്നെയും നല്ലതുപോലെ വളമിട്ട് ശുശ്രൂഷിച്ചതിനാൽ വാഴ യഥാകാലം കുലച്ച് വലിയ കുലയുണ്ടായി. കായ്ക്ക് മൂപ്പായപ്പോൾ ഈ കുല വെട്ടിപ്പിഴിച്ച് കൊണ്ടുവന്നു പോയി ആറന്മുള ഭഗവാനും നിവേദിപ്പിക്കണം. അപ്പോൾ ആ ഭാര്യ ആ കുല വേട്ടേണ്ട, അതവിടെ നിന്ന് പഴുകട്ടെ,
പഴുത്തിട്ട് വെട്ടി കവിയൂർ ദേവന് നിവേദ്യമർപ്പിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ വലിയ വാദമായി. കുല ആരും വെട്ടാതെ അവിടെ നിന്ന് പഴുത്തു തുടങ്ങി. ഒരു പടല പഴുത്തപ്പോൾ ഒരു ദിവസം എവിടെ നിന്നോ കുറച്ച് കുരങ്ങ് വന്ന് പഴുത്ത കായ് തിന്നു തുടങ്ങി. അത് കണ്ട് നായർ കല്ലുമെടുത്തെറിഞ്ഞ് കുരങ്ങിനെ ഓടിച്ചു. കുരങ്ങ് വാഴയിൽ നിന്ന് ചാടിയപ്പോൾ ചാട്ടം പിഴച്ച് ഒരു കുറ്റിയിന്മേൽ വീണ് വയറ് കീറിപ്പോയതിനാൽ ഉടനെ മരിച്ചു. അപ്പോൾ ഭാര്യ ആ കുല ആറന്മുളയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിഴിച്ചതുകൊണ്ട് കവിയൂർ ദേവൻ തൻ്റെ ഹനുമാനെ പറഞ്ഞയച്ച് ആ കുല കടുപ്പിച്ച് അശുദ്ധപ്പെടുത്തിയത് കണ്ടില്ലേ? ഇനി ആ കുല ആറന്മുളയ്ക്ക് തന്നെ കൊണ്ടു കൊടുക്കണം. അതിനി എങ്ങനെ സാധിക്കും? കവിയൂർ ദേവനോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൊള്ളണം, ഇവിടുത്തെ സ്വാമി ചില്ലറക്കാരനല്ല, വല്ലാത്ത ആളാണ്. അത് കേട്ട് തനിക്ക് നിവേദിക്കുവാനായി നിശ്ചയിക്കപ്പെട്ടിരുന്ന വാഴയ്ക്ക് ശുദ്ധം പറ്റിയ കുരങ്ങിനെ ആറന്മുളയപ്പൻ ഉടനെ നിഗ്രഹിച്ചതും കണ്ടില്ലേ? ആറന്മുളയനോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും, ആറന്മുള ദേവൻ വല്ലാത്തയാളാണെന്ന് നീയും മനസ്സിലാക്കിക്കൊള്ളണമെന്ന് ഭർത്താവും പറഞ്ഞു. ആറന്മുളയിൽ നിന്ന് ചിലർ പണ്ടൊരിക്കൽ ശബരിമലയ്ക്ക് പോയി. ശബരിമലയ്ക്ക് പോകുന്നവർ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ടാണല്ലോ പോവുക പതിവ്. സ്വാമിയെ ശരണമാറന്മുളയപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് ആറന്മുളക്കാർ പോയത്. അഴുത എന്ന സ്ഥലത്ത് വെച്ച് അയ്യപ്പന്റെ വെളിച്ചപ്പാടായ ഒരാൾ തുള്ളി, എൻ്റെ നാമം വിളിക്കാതെ എൻ്റെ മല കയറുന്നവരെല്ലാം എൻ്റെ നായ്ക്കൾക്ക് ഇരയാകും എന്ന് കൽപ്പിച്ചു. എന്നിട്ട് ആറന്മുളക്കാർ അവരുടെ ദേവനെ വിളിച്ചുകൊണ്ട് തന്നെ പോയി. അങ്ങനെ പോയി വലിയ വനത്തിലായപ്പോൾ ഒട്ടുവളരെ വ്യാഘ്രങ്ങളും വായും പൊളിച്ചുകൊണ്ട് ആറന്മുളക്കാരുടെ നേരെ ചാടി. അപ്പോൾ എവിടെ നിന്നോ ദൂരെ അമ്പുകൾ ചെന്ന് വ്യാഘ്രങ്ങളുടെ വായിലും ദേഹത്തിലുമെല്ലാം പതിച്ചു തുടങ്ങി. ഉടനെ വ്യാഘ്രങ്ങളെല്ലാം ഓടി കാട് കയറി. എങ്കിലും അന്ന് രാത്രിയിൽ ആറന്മുളക്കാർ കിടന്നുറങ്ങിയ സമയം നിങ്ങളാരും മല കയറരുത്, നാളെ തന്നെ തിരികെ പോരണമെന്നൊരാൾ അവരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞതായി അവർക്കെല്ലാവർക്കും സ്വപ്നമുണ്ടായി. ഇപ്രകാരം സ്വപ്നം കാണിച്ചതും ശരം പ്രയോഗിച്ച വ്യാഘ്രങ്ങളെ ഓടിച്ചതും തിരുവല്ല ആറന്മുളയപ്പനാണെന്ന് വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ. സ്വപ്നം കണ്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആറന്മുളക്കാർ തിരികെ പോന്നു. അക്കാലം മുതൽ ആറന്മുളക്കാർ ശബരിമലയിലേക്ക് പോകാതെയായി. ഇപ്പോഴും ആ ദേശക്കാരും ശബരിമലയ്ക്ക് പോകാറില്ല. ആറന്മുള ദേവന്റെ പണ്ടാരത്തിൽ തിരു ആഭരണങ്ങളായിട്ടും പണ്ഡങ്ങളായിട്ടും മറ്റും വളരെ മുതൽ ഉരുപ്പിടുകൾ ഉണ്ടായിരുന്നെന്നറിഞ്ഞ് അവ തട്ടിക്കൊണ്ടു പോകുവാനായി പണ്ടൊരിക്കൽ ഒട്ടുവളരെ തുലുക്കന്മാർ ആയുധപാണികളായി അവിടെ ചെന്ന് കയറി. തിരുവാഭരണങ്ങളും മറ്റും പെറുക്കിയെടുത്തു. ഭാണ്ഡം കെട്ടിക്കൊണ്ടവർ യാത്രയായ സമയം സംഖ്യയില്ലാത്ത ശരങ്ങൾ വന്ന് അവരുടെ ദേഹത്തിൽ തറച്ചു തുടങ്ങി. ശരങ്ങൾ അയക്കുന്നത് ആരാണെന്ന് നോക്കിയിട്ട് അവിടെയെങ്ങും ആരെയും കാണുവാനില്ലായിരുന്നു. നിവൃത്തിയില്ലാതായപ്പോൾ തുലുക്കപ്പടകൾ അവിടെ നിന്നെടുത്ത മുതലുകളെല്ലാം അവരുടെ ആയുധങ്ങളും അവിടെ തന്നെ വലിച്ചെറിഞ്ഞിട്ട് അറ്റുകടവിലേക്ക് ഓടി. അവർ ആ കടവിനടുത്തുള്ള ഇടവഴിയിൽ ചെന്നപ്പോൾ അവിടെ രണ്ടു വശത്തിലുമുണ്ടായിരുന്ന പാറകൾ കൂട്ടിയെടുത്ത് അവർക്ക് മുമ്പോട്ടും പുറകോട്ടും പോകുവാൻ പാടില്ലാത്ത വിധത്തിലാക്കുകയും അസംഖ്യം തുലുക്കന്മാരെ അവിടെയിട്ട് ഞെക്കി ഞെരുക്കി കൊല്ലുകയും ചെയ്തു. അവരിൽ ചിലർ മാത്രം ചത്തില്ല, എങ്കിലും അവരും ചാകാതെ ചത്തു എന്നുള്ള വിധത്തിൽ ഏറ്റവും പരവശന്മാരായി തീർന്നു. അങ്ങനെ ശേഷിച്ചവർ ഇനി ഒരു കാലത്തും ഞങ്ങളുടെയും ഞങ്ങളുടെ ജാതിക്കാരുടെയും ആറന്മുള ദേശത്ത് കയറി മോഷ്ടിക്കുകയോ മറ്റു ഉപദ്രവങ്ങൾ ചെയ്യുകയോ ചെയ്യുകയില്ല. പടച്ചവനാണ് സത്യമെന്ന് സത്യം ചെയ്ത് അവിടെ നിന്ന് ഓയിപ്പിഴിച്ചു. അതിൽ പിന്നെ ഇക്കാലം വരെയും ആറന്മുള ദേശത്ത് തുലുക്കന്മാരുടെ ഉപദ്രവമുണ്ടായിട്ടില്ല. അന്നവർ എറിഞ്ഞു കളഞ്ഞ വാളുകളെയും പെറുക്കിയെടുത്ത ക്ഷേത്രമാളികയുടെയും മുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവയിൽ ഏതാനുമൊക്കെ തുരുമ്പ് പിടിച്ച് കേടുവന്ന് പോവുകയും ഒട്ടുവളരെ എണ്ണം ലേലം ചെയ്ത് വിൽക്കുകയും ചെയ്തുവെന്നെങ്കിലും ശേഷമുള്ള വാളുകൾ ഇപ്പോഴും അവിടെ ബലിക്കൽ പുരയുടെ മുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത്ര വളരെ വാളുകൾ ഉണ്ടായിരുന്നുവെന്ന് കൂടെ തന്നെ അന്ന് കൊള്ളയ്ക്ക് വന്നിരുന്ന തുലുക്കന്മാരുടെ സംഖ്യ ഒട്ടും ചില്ലറയല്ലായിരുന്നു. ആറന്മുള ക്ഷേത്രത്തിൽ എല്ലാ കാലത്തും ഭജനക്കാർ ധാരാളമായി ഉണ്ടായിരിക്കും. അവിടെ ദർശനത്തിനായി വരുന്നവരെല്ലാം യഥാശക്തി ഭജനക്കാർക്ക് വല്ലതും കൊടുക്കുക പതിവാണ്. ഭജനക്കാർക്ക് വല്ലതും കൊടുക്കുന്നത് സ്വാമിക്ക് സന്തോഷവും ഒന്നും കൊടുക്കാതിരിക്കുന്നത് വലിയ വിരോധവുമാണ്. ഭജനക്കാർക്കൊന്നും കൊടുക്കാത്തവർക്ക് ദേവകോപവും തന്നിമിത്തം പല വിധത്തിലുള്ള അനർത്ഥങ്ങളും ഉണ്ടായിരിക്കുമോ എന്നുള്ളത് നിശ്ചയമാണ്. ചിലർ ഭജനക്കാർക്ക് ചതുർവിധ വിഭവങ്ങൾ കൂടി ഭക്ഷണവും പണവും കൊടുത്ത് അവരെ കൊണ്ട് ശയനപ്രദക്ഷിണവും നടത്തിക്കുക പതിവായിരുന്നു. അതും അവിടെ ദേവപ്രതീകരമായ വഴിപാടുകളാണ്. ഉത്സവകാലങ്ങളിൽ ശീവേലി സമയത്തും കുടാ, കൊടി, തഴ മുതലായവ എടുത്തുകൊണ്ട് പോയി നടക്കുന്നവർക്ക് പലഹാരങ്ങൾ, അവിൽപ്പൊതി മുതലായവ കൊടുക്കുന്നതും അവിടെ വഴിപാട് തന്നെ. അവിടെ ക്ഷേത്രത്തിന്റെ പ്രധാന നടയിൽ വെള്ളിയിൽ നിന്നും മതിൽക്കകത്ത് കയറുവാൻ 18 കൽപ്പടികൾ ഉണ്ട്. അതിന് 18-ാം പടി എന്നാണ് പേര് പറഞ്ഞു വരുന്നത്.
ഉത്സവകാലത്ത് ചിലർ ദേവപ്രീതിക്കായി പഴക്കുലകൾ കൊണ്ടുവന്ന് 18-ാം പടിയുടെ മുകളിൽ നിന്നുകൊണ്ട് കുലയ്ക്കും. അപ്പോൾ പഴം എടുക്കുന്നതിനായി 18-ാം പടിയുടെ താഴത്തേക്ക് കുട്ടികളായും അഗതികളായും അസംഖ്യം ജനങ്ങൾ കൂടും. അങ്ങനെ പലർക്കും തിന്നുന്നതിനായി പഴക്കുലകൾ കുലയ്ക്കുന്നത് അവിടെ ഒരു വഴിപാടാണ്. ഇങ്ങനെ ആറന്മുള ദേവന്റെ മാഹാത്മ്യങ്ങൾ, അവിടെയുള്ള വിശേഷണങ്ങൾ മുതലായവ പറയുകയാണെങ്കിൽ ഇനിയും വളരെയുണ്ട്. ഈ വക സംഗതികൾ വിശ്വസിക്കുന്നവർ ഇപ്പോഴും വളരെ കുറഞ്ഞു പോയിരിക്കുന്നത് കൊണ്ടും വിശ്വസിക്കുന്നവർക്ക് ആറന്മുള ഭഗവാന്റെ മാഹാത്മ്യമൊട്ടും ചില്ലറയല്ലെന്ന് മനസ്സിലാക്കുന്നതിന് ഇത്രയും പറഞ്ഞതുകൊണ്ട് മതിയാകുന്നതിനാലും ഇനിയധികം വിസ്തരിക്കുന്നില്ല. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 60 സമാപിച്ചിരിക്കുകയാണ്. അടുത്തത് അധ്യായം 61 കോന്നിയിൽ കൊച്ചയ്യപ്പൻ തുടരും.